ലഹരിയൊഴുക്കിൽ വലഞ്ഞ് കേരളം, ഭയന്ന് വിറച്ച് ജനങ്ങളായ നമ്മൾ. ഇക്കാലയളവിൽ ലഹരി കൊണ്ടുണ്ടായ പല വിപത്തും നമ്മൾ കണ്ടു. എന്തുകൊണ്ട് എന്ന് എത്ര ആലോചിച്ചിട്ടും ഉത്തരമില്ലെന്നോർത്ത് പേടിച്ചു. എന്നാൽ വീട്ടിൽ നിന്ന് തുടങ്ങണം തിരുത്തൽ എന്നൊരു വലിയ ഉത്തരം പ്രവർത്തിച്ച് കാണിച്ചു തന്നിരിക്കുകയാണ് രാഷ്ട്രീയ പൊതുപ്രവർത്തകൻ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ. ഇന്നലെ അദ്ദേഹത്തിന്റെ മകൻ MDMA കൈവശം വെച്ചതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. സാധാരണ ഒരു രാഷ്ട്രീയക്കാരന്റെ മകൻ ലഹരി കേസിൽ അറസ്റ്റിലായാൽ എന്താണ് സംഭവിക്കുക? പ്രതിഭ MLA മകൻ പ്രതിയായ കേസിൽ നമ്മളത് വ്യക്തമായി കണ്ടതാണ്. വാർത്ത നൽകിയ മാധ്യമങ്ങൾക്കാണ് ആദ്യം കുറ്റം. MLA തന്നെ ഫേസ്ബുക്കിൽ ലൈവിൽ വന്ന് ന്യായീകരിക്കുകയാണ് മകനെ. കൂട്ടിന് സജി ചെറിയാൻ എന്ന ഇറസ്പോൺസിബിൾ മന്ത്രി. പിള്ളേരായാൽ അല്പസ്വല്പം വലിച്ചുനിരിക്കും എന്നാണ് ലാഘവത്തോടെ അയാൾ പറഞ്ഞത്. ഇതൊന്നും പോരാതെ അന്ന് പ്രമുഖയുടെ മകനാണെന്ന് ഓർക്കാതെ കേസെടുക്കാൻ ധൈര്യം കാണിച്ച ഉദ്യോഗസ്ഥന്മാരെ മേലിടത്തേക്ക് വിളിപ്പിച്ച് ചോദ്യം ചെയ്യുക കൂടി ചെയ്തു. എന്താണ് ഈ നടപടികൾ കൊണ്ട് പ്രതിഭ എന്ന ജനപ്രതിനിധി ജനങ്ങൾക്ക് നൽകിയ സന്ദേശം? രാഷ്ട്രീയം തൊഴിലാക്കിയവരുടെ മക്കൾക്ക് എന്തുമാകാം. ഒരു നിയമവും ഒരു സിസ്റ്റവും അവർക്ക് ബാധകമല്ല. ഭരണം ഞങ്ങളുടേതാണെങ്കിൽ ഞങ്ങൾ പറയുന്നതാണ് ഇവിടത്തെ നിയമം. ഒരു ജനത്തിന്റെയും സേവനമല്ല ഞങ്ങളുടെ ലക്ഷ്യം. രാഷ്ട്രീയം ഞങ്ങൾക്ക് വേറെ പലതും മറച്ചു പിടിക്കാനുള്ള ഒരു മറ മാത്രമാണ്. ഒരു അമ്മ എന്ന നിലയിൽ എന്താണ് അവർ മകന് നൽകിയ സന്ദേശം? നിയമം ഒന്നും നോക്കണ്ട, ഈ നാട്ടിൽ നിനക്ക് എന്ത് തോന്നിയവാസവും ചെയ്യാം. അമ്മയുണ്ട് രക്ഷിച്ചു കൊണ്ടുവരാൻ. എന്തിന്? മന്ത്രി വരെ സപ്പോർട്ട് ചെയ്യും. നിന്നെ പോലീസ് പിടിച്ചാൽ പോലീസിനെ നമ്മൾ പാർട്ടി എന്താണെന്നും പാർട്ടിക്കാരെയോ ബന്ധുക്കളെയോ തൊട്ടാൽ എന്താകും അവസ്ഥയെന്നും പഠിപ്പിക്കും. ഇതൊരു നല്ല മാതൃകയാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല, അല്ലെ? എന്നാൽ അവിടെയാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എന്ന പൊതുപ്രവർത്തകൻ, അച്ഛൻ, വ്യത്യസ്തനാകുന്നത്. ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ഒരു പൊതുപ്രവർത്തകൻ, ഒരു ജനസേവകൻ എന്ന നിലയിൽ എന്താണോ ചെയ്യേണ്ടത് അതാണ് അദ്ദേഹം ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ആദ്യം അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ആണ് പുറത്തു വന്നത്. വ്യക്തമായി, സ്പഷ്ടമായി, എന്റെ മകനെ ലഹരിയുമായി പോലീസ് പിടിച്ചിരിക്കുന്നു, ഒരു ന്യായീകരണത്തിനുമില്ല, മകൻ തെറ്റാണ് ചെയ്തത് എന്ന് ആ പോസ്റ്റിലൂടെ പൊതുജന സമക്ഷം തുറന്നു പറയുകയായിരുന്നു ആ ഉത്തരവാദിത്തമുള്ള പൊതുപ്രവർത്തകൻ. പിന്നീട് അദ്ദേഹത്തെ നമ്മൾ കാണുന്നത് ചാനലിന് മുന്നിലാണ്. ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ സ്വന്തം മകനെ സമൂഹത്തിന് മുന്നിൽ അവന്റെ മുഖം ഒളിച്ചു വയ്ക്കാതെ, ഒരു തരത്തിലും സംരക്ഷിക്കാൻ ശ്രമിക്കാതെ കൂടെ നിർത്തിക്കൊണ്ട് ഒരേ സമയം ഒരു അച്ഛൻ എങ്ങനെയാവണം എന്നും പൊതുപ്രവർത്തകൻ എങ്ങനെയാകണമെന്നും കാണിച്ചു തന്നു അദ്ദേഹം. പബ്ലിക്കായി ഒരു പേരന്റ് എന്ന നിലയിലുള്ള തന്റെ പാളിച്ച അദ്ദേഹം തുറന്നു സമ്മതിച്ചു. പൊതുജീവിതത്തിനിടയിൽ മകന്റെ മാറ്റങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയാത്ത ഒരു അച്ഛനായി പോയതിന്റെ കുറ്റം സ്വയം ഏറ്റെടുത്തു. 68 വയസ്സായി എനിക്ക്. ഈ ലഹരി മരുന്നൊന്നും എങ്ങനെ ഇരിക്കുന്നെന്ന് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് കൂടി എനിക്കിതൊന്നും അറിയാൻ പറ്റിയില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ ഇന്ന് ഈ കേരളത്തിലെ കോടിക്കണക്കിന് മാതാപിതാക്കളുടെ നിസ്സഹായാവസ്ഥ ആ മുഖത്ത് കാണാൻ കഴിയും. പോലീസ് പിടിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ മകൻ എനിക്ക് നഷ്ടപ്പെട്ടേനെ എന്നും തിരുത്താൻ ഇങ്ങനെ ഒരു അവസരം ലഭിച്ചത് നന്നായി എന്നും വലിയ വിലമതിപ്പോടെയാണ് അദ്ദേഹം പറയുന്നത്. തൊട്ടടുത്ത് തല കുനിച്ചു നിന്ന മകന്റെ മുഖത്തുണ്ട് താൻ ചെയ്തത് തെറ്റായി പോയി എന്ന വലിയ കുറ്റബോധം. ചെയ്ത തെറ്റെന്തെന്നും എങ്ങനെ അതിലേക്ക് എത്തിയെന്നും തിരുത്താൻ ഒരു അവസരം വേണമെന്നും ചാനലുകാരുടെ മുന്നിൽ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ ഏറ്റുപറഞ്ഞ മകന് മറ്റൊരു അവസരം കൂടി നൽകിക്കൊണ്ട് സമൂഹത്തിന് മുന്നിൽ ഒരു അച്ഛൻ എങ്ങനെയാകണമെന്ന് കൂടി ചന്ദ്രശേഖരൻ നമുക്ക് കാണിച്ചു തന്നു. മക്കൾ വഴിതെറ്റി പോകുന്നിടത്ത് ഒന്നും അവസാനിക്കുന്നില്ല മാതാപിതാക്കളെ. മക്കളുടെ തെറ്റുകൾ മറച്ചു വെച്ചുകൊണ്ടോ അനാവശ്യ സംരക്ഷണം നൽകിക്കൊണ്ടോ അല്ല മക്കളോടുള്ള സ്നേഹം കാണിക്കേണ്ടത്. അത് യഥാർത്ഥ സ്നേഹവുമല്ല. ചേർത്ത് നിർത്തേണ്ടടുത്ത് ചേർത്ത് നിർത്തിയും തിരുത്തേണ്ടടുത്ത് തിരുത്തിയുമാണ് മുന്നോട്ട് പോകേണ്ടത്. പാർട്ടി എന്ന ലേബലിൽ എന്ത് തോന്നിയവാസവും ചെയ്തു നടക്കുന്ന വൃത്തികെട്ട രാഷ്ട്രീയക്കാരുള്ള ഈ നാട്ടിൽ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എന്ന പൊതുപ്രവർത്തകൻ നല്ലൊരു മാതൃകയാണ്. കണ്ടു പഠിക്ക് സജി ചെറിയാൻ മന്ത്രി.